ഊലല്ല, പാരീസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രാൻസിൽ തന്നെ ഉള്ളത്. ഞാൻ പറഞ്ഞ പ്രൊവിൻസ് പറഞ്ഞ സിറ്റിയിലോട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കയറ്റം കയറാണ്ട് പറഞ്ഞ എൻ്റെ മോനെ കയറ്റം കയറി 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 കുടുങ്ങിപ്പോയി. ഏറ്റവും മേലെ കുന്നിൻ്റെ മേലുള്ള ഒരു സിറ്റി, ചെറിയൊരു ഈ ബിൽഡിംഗ് ഉണ്ടോ 1400 1429 ഈ ചങ്ങായി രാജാവാണ്. ഇത് ഫ്രഞ്ച് സക്രഡേ ജീൻ ഡാർക്ക് മൂപ്പറാണ്. ഇപ്പോൾ 1929 വരെ ജീവിച്ചുള്ളൂ തോന്നുന്നുണ്ട്. അല്ല ഇതാണ്. ഇപ്പം ഏതാണ് 1662 എടുത്താട്ടോ. അല്ല കൺസ്ട്രക്റ്റഡ് 1201 1160. അല്ല 1160 കേട്ടോ. നമ്മളെ നബിൻ്റെ ചരിത്രമൊക്കെ ഉള്ള സമയത്ത് ഈ ബിൽഡിംഗ് ഇവിടെ എടുത്താണ് സംഭവം. ഫർ ഹെൻറി ലേ ലിബറൽ കോംറ്റഡേ ആ കാലത്ത് ഇവിടെ ഈ വില്ലേജിൻ്റെ ഇവിടെ 1160 ഇതാണ് കൺസ്ട്രക്ട് ചെയ്ത് 1160 കേട്ടോ. എന്താ കഥ. നമ്മൾ ഈ താജ്മഹലിൽ നിന്നല്ല മക്കളെ, നമ്മൾ വെറുതെ വിചാരിക്കാം. കണ്ട ആ സാധനം നോക്ക് അവിടെ വേണ്ട. ഇതൊക്കെ 1100 എടുത്ത ബിൽഡിംഗ് ആയതാണ്. നല്ല സുന്ദരമായൊരു വില്ലേജ് ആട്ടോ, കുന്നിൻ്റെ മേലെ. അടിപൊളിയാ, സൂപ്പറാണ്. ഇതാണ്ടോ പാലസ്. എന്താ രസം. അങ്ങനെ ഇറങ്ങിപ്പോണം. ശരി, ഐസ്ക്രീം ബാറിലൊക്കെ തുറന്നുണ്ട് അവിടെ. കുന്നിൻ്റെ മേലെ ആയതുകൊണ്ട് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. കുരിശുണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി. വേണ്ട നല്ല സ്ട്രോങ് ഇരുമ്പാണ്. ലൈറ്റൊക്കെ ഉണ്ടോ മറ്റല്ലേ, മട്ടും പോട്ടും ഇരിക്കാനുള്ള ഇരിപ്പിടം. അടിപൊളി കേട്ടോ. മഴ പെയ്യുന്നുണ്ടോ? കുന്നിൻ്റെ മേലായതുകൊണ്ടേ എപ്പോഴും മഴയും കാലാവസ്ഥയൊക്കെ. പഴയ കോട്ട. ഇപ്പോൾ യൂറോപ്പിൽ ഇപ്പോൾ എവിടെ ഇപ്പോൾ ഫ്രാൻസ് ആണല്ലോ. ഈ ഫ്രഞ്ച് സാമ്രാജ്യത്വം ഒരു കാലം ഭയങ്കര സംഭവമായിരുന്നല്ലോ. ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരയിൽ കുറേ പടയാളികളും ഇതുണ്ടോ. ഇതാണ് ആ കോട്ട. എന്താണ് ഫ്രഞ്ച് കോട്ട, എന്താന്ന് കാണാൻ തന്നെ. ഇതൊക്കെ ഈ കോട്ടയുടെ മതിലിനൊക്കെ വലുപ്പം നോക്ക്. ഇവർ 1100 എടുത്താണ് ഈ സാധനം. അത്രയും ഹൈറ്റിലൊക്കെ എടുക്കണമെങ്കിലേ 1100 ഒരു ക്രെയിനും ഇല്ല, ഒന്നുമില്ല. ചെറിയൊരു സ്ലോപ്പ് ഏരിയ ആണിത്. വേണ്ട എന്താണ് കഥ. അത് കുറച്ച് അങ്ങോട്ടൊന്ന് പോയോക്കാം എന്തൊക്കെയാണ് കാണാമെന്നുള്ളത്. അടിപൊളി. എല്ലാം നല്ല സ്ട്രോങ് വലിയ വലിയ നല്ല കല്ലുകളൊക്കെ ഉണ്ടോ. എല്ലാം പണ്ടത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടോ. ഇതൊക്കെ എന്തിനൊക്കെ ഉള്ള, ഇതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിട്ട് ആ കാലത്തൊക്കെ നല്ല അവിടെ ഗംഭീരമായ ഏരിയ ഒക്കെ അതാണ്. കോട്ട എന്താ. അപ്പം അതാണ് ഇപ്പോൾ ഇങ്ങനെ കുറേ അടുത്തൊക്കെ ബോറടിച്ചു പോകും.
കോട്ടൻ എങ്ങനെ കാണുമ്പോൾ ഇതിപ്പോൾ ലൈവായിട്ട് കാണും പോലെ ആവില്ല വീഡിയോയിൽ കാണുന്നത്. ലൈവായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. ആ കോട്ടൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിന്ന് അത് കണ്ട് പ്രത്യേക ഒരു ഫീലാണ്. കാണാണ്ടാണ്. ഉള്ളിൽ നിന്ന് കയറി വെക്കട്ടെ. അപ്പോൾ ഈ കോട്ടൻ്റെ ഇതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. എന്താണ് ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ സീസർ ടവർ 12th സെഞ്ചുറി. നമ്മളെ ജൂലിയസ് സീസറില്ലേ, ഇപ്പോൾ ഫ്രഞ്ചുകാരനാ ജൂലിയസ് സീസർ? അറിയില്ല, അല്ല ഇറ്റാലിയനാ. അങ്ങനെ ജൂലിയസ് സീസറൊക്കെ പിന്നെ ലോകം കുറേ കറങ്ങിയല്ലോ. അതാ ഇതാണ് ടൂർ സീസർ. വേണ്ട പ്രൊവിൻസ് കേട്ടോ. ഈ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഉള്ളിലത്തെ ഇതൊക്കെ ഉണ്ടോ. ഇതിപ്പോൾ ഒരു സണ്ണ് 1693 മരിച്ചതാണോ വലിയതാണോ എന്താ അറിയില്ല. നോൺ സക്സസ്ഫുള്ളി ഇതാണ്ട് ഇവിടെ എഴുതിയാണ്ട ഇംഗ്ലീഷിൽ. ഓവർ ദ സെഞ്ചുറീസ് ദ ടു ടേക്ക് ഓൺ ഡേ ടവർ against two fish and tower cross. It finally came to be known as the Tour Caesar. അടിപൊളിയാ. സോറി. അപ്പോൾ എന്തായാലും അടിപൊളി. കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നതിന് കാണണ്ട. ആൾക്കാർക്ക് വരുന്നത് ഭയങ്കര ഒരു ആ കാലത്ത് എടുത്ത ആ കോട്ട വെക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താജ്മഹലിൽ നിന്നല്ല കണ്ടോ. എന്തായാലും